Hello friends. Kerala State SSLC March 2013 Mathematics Question and Answers Part 1. This video is brought to you by SAC, St. Augustine Tuition Center. Success begin with us. Instructor Sunny Thomas CT, lecturer in Kids College Kottapuram, Thrissur, Kerala, India. For more information log into www.staugustintuition.webs.com. Email sunny771988@gmail.com. Please visit our Facebook page St. Augustine Tuition Center Madathumbadi. And also subscribe our YouTube channel for more updates. യൂട്യൂബിൽ കേരളത്തിലെ കുട്ടികൾക്ക് മലയാളത്തിൽ ലെക്ചേഴ്സ് വളരെ കുറവാണ്. സെന്റ് അഗസ്റ്റിൻ ട്യൂഷൻ സെന്ററിലൂടെ MBA, BBA, BCom തുടങ്ങി എല്ലാ സബ്ജക്റ്റുകളുടെയും ലെക്ചേഴ്സ് ലഭ്യമാണ്. കേരള സ്റ്റേറ്റ് SSLCയിലെ കണക്കിൻ്റെ 2013 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ആൻസർ ചെയ്യാൻ പോകുന്നത്. So let us start with the first question. Question 1. Second and fourth terms of the following arithmetic sequence are missing. Find the numbers at this position. Here arithmetic sequence A P, arithmetic progression. Second രണ്ടാമത്തെയും and fourth നാലാമത്തെയും terms പദങ്ങൾ the following APയുടെ സമാന്തര ശ്രേണിയുടെ are missing. സമാന്തര ശ്രേണിയുടെ രണ്ടാമത്തെയും നാലാമത്തെയും പദങ്ങൾ വിട്ടുപോയി. ആ പദങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടെത്തുന്നത്. Find the numbers at this position. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. This is the question in which 11. It is the first term of AP denoted by letter A1 and there is a dash here. Something is missing. എന്തോ വിട്ടുപോയിട്ടുണ്ട്, അത് A2 and the 19 is A3, third term. Similarly, the next term after 19 ശേഷമുള്ള പദം A4. So let the terms of the sequences are A1, A2, A3, A4, etc. This is A1, this is A2, A3, A4. The first term of the sequence is A1, 11. ഈ സീക്വൻസിലെ ആദ്യത്തെ പദം 11. The second term തന്നിട്ടുണ്ടോ? ഇല്ല. സെക്കൻഡ് ടേം രണ്ടാമത്തെ പദം നമുക്കറിയില്ല. തേർഡ് ടേം യെസ്, തേർഡ് ടേം തന്നിട്ടുണ്ട് 19. ഫോർത്ത് ടേം അറിയില്ല. We don't know what is fourth term. So we have to find the second term and fourth term. രണ്ടാമത്തെ പദവും നാലാമത്തെ പദവും നമുക്ക് കണ്ടെത്തണം. How? എങ്ങനെ? ആദ്യം നമുക്ക് AP എന്താണെന്ന് അറിയണ്ടേ. AP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാന്തര ശ്രേണി, അരിത്തമാറ്റിക് പ്രോഗ്രഷൻ. ഒരേ സംഖ്യ വീതം കൂടി പോകുന്ന സംഖ്യാശ്രേണികളെയാണ് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 1, 1, 2, 3, 4. ഇവിടെ 1 വീതം കൂടി പോകുന്നു. ആൻഡ് അനദർ എക്സാമ്പിൾ 2, 4, 6, 8. ഇവിടെ 2 വീതം കൂടി പോകും. അപ്പോൾ അങ്ങനെയുള്ള
സംഖ്യകളുടെ കൂട്ടത്തെയാണ് ശ്രേണിയാണ് നമ്മൾ എ പി എന്ന് പറയുന്നത്. അപ്പോൾ എ പിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരേ സംഖ്യകളായിരിക്കും ഇങ്ങനെ കൂടി കൂടി പോകുന്നത്. ഇവിടെയാണെങ്കിൽ ഒന്നിനോട് ഒന്ന് കൂട്ടുമ്പോൾ 2 കിട്ടും, 2നോട് 1 കൂട്ടുമ്പോൾ 3, 3നോട് 1 കൂട്ടുമ്പോൾ 4, അങ്ങനെ അങ്ങനെ. ഇവിടെ നോക്കേ, 2നോട് 2 കൂട്ടുമ്പോൾ 4, പിന്നെയും 2 കൂട്ടുമ്പോൾ 6, പിന്നെയും 2 കൂട്ടുമ്പോൾ 8. അപ്പോൾ ഇവിടെ കൂടി കൂടി പോകുന്നത് 2ആണ്, ഇവിടെ കൂടി കൂടി പോകുന്നത് 1ആണ്. അങ്ങനെ കൂടി കൂടി പോകുന്ന സംഖ്യയെ നമ്മൾ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എന്ന് പറയും. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ടി. അത് എപ്പോഴും തുല്യമായിരിക്കും. ഏത് 2 പദങ്ങൾ നിങ്ങൾ എടുത്ത് കുറച്ച് കഴിഞ്ഞാലും അവർ തമ്മിലുള്ള വ്യത്യാസം ഒരേ ഒരു സംഖ്യ ആയിരിക്കും. അത്തരത്തിലുള്ള ശ്രേണികളാണ് നമ്മൾ എ പി എന്ന് പറയാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഏതോ ഒരു സംഖ്യ കൂട്ടുമ്പോഴാണ് രണ്ടാമത്തെ പദം കിട്ടുന്നത്. ആ രണ്ടാമത്തെ പദത്തിനോട് വീണ്ടും അതേ സംഖ്യ കൂട്ടുമ്പോഴാണ് മൂന്നാമത്തെ പദവും കിട്ടുന്നത്. രണ്ടാമത്തെ പദമാണ് മിസ്സിംഗ്. ദ സെക്കൻഡ് ടേം ഈസ് മിസ്സിംഗ്. ഹൗ ടു ഫൈൻഡ് ദ സെക്കൻഡ് ടേം? How to find the second term? Consider if A, B, C are 3 consecutive terms of an AP. For example, 1, 2, 3. ഇത് തുടർച്ചയായ 3 പദങ്ങളാണ്. ഇതൊന്നും വിട്ടുപോയിട്ടില്ല, തുടർച്ചയായ 3 പദങ്ങളാണ്. ഇവിടെ ആദ്യത്തെ പദമായ 1 പ്ലസ് മൂന്നാമത്തെ പദമായ 3. ഫസ്റ്റ് ടേം 1, ഫസ്റ്റ് ടേം 1, തേർഡ് ടേം 3. ഇത് രണ്ടും കൂടി കൂട്ടുക 1 + 3 ഡിവൈഡഡ് ബൈ 2 which is equal to 4/2 which is equal to 2. So this will be the middle term. If A, B, C are 3 consecutive terms of an AP. ഒരു AP യുടെ തുടർച്ചയായ 3 പദങ്ങളാണ് A, B, C എന്ന് വിചാരിക്കുക. എങ്കിൽ ഈ നടുവിലത്തെ പദം B എന്ന് പറയുന്നത് B സമം ആദ്യത്തെ പദം A പ്ലസ് അവസാനത്തെ പദം C ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. The middle term B is the sum of the first term and the third term divided by 2. So we can say that the first term is A, suppose second term is B, third term is C, then the second term B is equal to first term plus third term divided by 2. Second term B is equal to first term A plus third term C divided by 2. So we can say a formula. Please note this formula. If 3 consecutive terms A, B, C 3 തുടർച്ചയായ പദങ്ങൾ തന്നാൽ നടുവിലത്തെ പദം കാണാൻ ആദ്യത്തെ പദം പ്ലസ് മൂന്നാമത്തെ പദം ഡിവൈഡഡ് ബൈ 2 ചെയ്യും. ക്ലിയർ? നോട്ട് 1. So we can find the second term now. ഇനി നമുക്ക് രണ്ടാമത്തെ പദം കാണാം. എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ പദം പ്ലസ് മൂന്നാമത്തെ പദം ഡിവൈഡഡ് ബൈ 2. ഫസ്റ്റ് ടേം പ്ലസ് തേർഡ് ടേം ഡിവൈഡഡ് ബൈ 2. നോക്കൂ, ഫസ്റ്റ് ടേം 11 ആയിരുന്നു, 11, ആൻഡ് തേർഡ് ടേം 19 ഡിവൈഡ് ബൈ 2. 11 + 19, 11 + 19 is equal to 13 divided by 2 is equal to 50. ഒന്നുകൂടി പറയാം, നമ്മൾ 11 തന്നിട്ടുണ്ടായിരുന്നു, അടുത്ത പദം തന്നിട്ടുണ്ടായിരുന്നില്ല, 19 തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 11 പിന്നെ ഒരു പദം വിട്ടുപോയി, 19. These are 3 consecutive terms of an AP. ഒരു AP യുടെ തുടർച്ചയായ 3 പദങ്ങളാണ്. സോ നടുവിലത്തെ പദം അത് കാണാൻ ആദ്യത്തെ പദം 11 പ്ലസ് മൂന്നാമത്തെ പദം
19 കൂട്ടുക, അപ്പോൾ 30 കിട്ടും. ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നടുവിലത്തെ പദമായി 15. ക്ലിയർ?